എല്ലാവർക്കും നമസ്കാരം. ഷഷ്ടിവ്രതം തുടങ്ങി 48 ദിവസങ്ങൾ. രണ്ടാമത്തെ ദിവസം മണ്ണാർക്കാട് ഒരു പ്രോഗ്രാം വന്നു. 2 ദിവസങ്ങൾ അടുപ്പിച്ചുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. മണ്ണാർക്കാട് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടും ദീപം വയ്ക്കുന്നത് മുടങ്ങണ്ട, അതേപോലെ തന്നെ ഷഷ്ടി കവചം പാരായണം ചെയ്യുന്നതൊക്കെ ഒന്ന് അതൊരു മുടക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കിറ്റ് യൂഷ്വലി സ്റ്റേ ടൈമിലൊക്കെ കയ്യിൽ കരുതാറുള്ള കിറ്റും എടുത്തിട്ടാണ് വന്നത്. ആദ്യം റൂമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തു ദശാംഗം കോൺ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം റൂമിലെത്തിയപ്പോഴേക്കും എവിടെയാണ് വിളക്ക് വെക്കേണ്ടതെന്നുള്ള സ്പേസൊക്കെ കണ്ടുവച്ചിരുന്നു കേട്ടോ തലേ ദിവസം തന്നെ. എന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു അകൽ വിളക്കിൽ ഞാനിതിൽ എളുപ്പ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. പഞ്ഞിത്തിരിയിട്ട് ദീപം തെളിയിച്ചു. തീപ്പെട്ടി ഉപയോഗിച്ച് ദീപം തെളിയിക്കാൻ പാടില്ല എന്നുള്ളത് അറിയാം, പക്ഷേ കൊടിവിളക്കും കാര്യങ്ങളെല്ലാം എടുത്തു വരാനുള്ളൊരു സാഹചര്യമല്ല. ഓൾറെഡി വലിയ ലഗേജാണ്. പിന്നെ മനസ്സിൻ്റെ പരിശുദ്ധി അത് ഭഗവാൻ കാണാതെ പോവില്ല. ഇങ്ങനെ ഒരു ഹോട്ടൽ റൂമിൽ വിളക്കൊക്കെ വെക്കാൻ പാടുമോ എന്നുള്ളത് പലർക്കും ചിലപ്പോൾ ഒരു സംശയമാണ്. എനിക്കറിയില്ല കേട്ടോ. അറിയുന്നതൊന്നു മാത്രമാണ്, തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട്. പിന്നെ എൻ്റെ മുരുകനാണ്. എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വിളക്ക് തെളിയിക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഇതിൻ്റെ ശരി തെറ്റുകളൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഇതുപോലെ സ്റ്റേക്ക് വരുമ്പോൾ ചന്ദനപ്പൊടിയും കുങ്കുമം ഒന്നും കൊണ്ടുവരാറില്ല കേട്ടോ. കൊണ്ടുവരും, പക്ഷെ ചന്ദനപ്പൊടിയൊക്കെ കലക്കി വെക്കുക എന്നൊക്കെയുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ റെഡിമെയ്ഡായിട്ട് നമുക്ക് ഇപ്പോൾ ചന്ദനം പേസ്റ്റ് വരുന്നുണ്ട്. നല്ലൊരു ഓപ്പൺ ചെയ്താൽ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ വരുമ്പോൾ നെറ്റിയിൽ നമ്മൾ ചന്ദനം വിഭൂതിയൊക്കെ വെക്കുമല്ലോ. എപ്പോഴും ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം അതേപോലെ തന്നെ വിഭൂതിയൊക്കെ നെറ്റിയിൽ വെച്ച് ശീലിച്ചവർക്ക് അപ്പോൾ അത് വെച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഇങ്ങനെ വീട് വിട്ട് ദൂരെ നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നോർമൽ വീട്ടിൽ പെട്ടെന്ന് ഇതങ്ങ് എടുത്ത് പെട്ടെന്ന് അങ്ങ് വെക്കാൻ, ഈ ചന്ദനം കലക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഈ ചന്ദനം അതേപോലെ തന്നെ വിഭൂതി ഇതൊക്കെ പേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ www.vibisdilwal.in വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താലും മതി. ഷഷ്ടിനോക്ക് സരവണ ഭവനാർ സിഷ്ടർ കുതവം സിംഗതിർവേലും വാഴ്ക വാഴ്ക മലൈകുരു വാഴ്ക 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 മലൈക്കുറ മകളുടെ വാഴ്ക വാഴ്ക വാരണ തുവസം വാഴ്ക വാഴ്കേൻ വറുമകൾ നീങ്ങ. ഇതുപോലൊരു കുഞ്ഞ് പൗച്ച് കയ്യിൽ കരുതും. അതിലാവശ്യമുള്ള അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം കരുതും കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും ചെറിയൊരു സങ്കടമാണ്. പൂജാമുറി പ്രത്യേകിച്ച് മിസ് ചെയ്യും. ഭഗവാന്റെ വിഗ്രഹമൊക്കെ പൂജാമുറിയിലുണ്ട്. അപ്പോൾ അത് വിട്ട് വരുമ്പോൾ അമ്മ കുഞ്ഞിനെ വിട്ടു വരുമ്പോൾ എൻ്റെ മദർ ഇൻ ലോ ഉണ്ട്, ആൾ നോക്കും. ശ്രീരാമനെ വിട്ട് വരുന്ന പോലെ തന്നെ എനിക്ക് സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബസ് മുന്നിൽ വന്ന് നിൽക്കുന്നു. ബാക്കിൽ മുരുകൻ്റെ ചിത്രം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ആ റൂട്ടിൽ കൃത്യസമയത്ത് ബസ് തൊട്ട് ബാക്കിൽ വന്നാലും ഞാൻ കാണാനൊരു സാധ്യതയില്ല. പക്ഷേ പ്രകാശേട്ടന് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ കുറച്ച് സ്ലോ ആക്കി ബസ് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ വന്നു. ഞാൻ ഒരു കുഞ്ഞ് പരിഭവം ഉണ്ടായിരുന്നു. കുഞ്ഞല്ല, വലിയ സങ്കടം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ എഴുന്നേറ്റ് എൻ്റെ പൂജാമുറി അതൊക്കെയാണ് ലോകം. അപ്പോൾ വിട്ട് വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ ഉണ്ട് എന്ന ആൾ, ആ ഒരു യൂണിവേഴ്സ് സൈന് അതെനിക്ക് എല്ലാമാണ്. അപ്പോൾ ആ ബസ്സിൽ ആ സമയത്ത് അവിടെ വന്ന ആ ചേട്ടനോട് എനിക്ക് ഒരുപാട് നന്ദി ഞാൻ പറയുമായിരുന്നു. അടുത്ത ദിവസം റൂമിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഒരു മുരുകൻ്റെ പോസ്റ്റർ കണ്ട്, ഒരു ഫ്ലെക്സ് കണ്ടിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മുരുകൻ്റെ അമ്പലമുണ്ട് അടുത്ത്, കുടുംബക്ഷേത്രമാണ്, അവിടെയുള്ള ആളുകളുടെ എന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്നിടങ്ങളിലെല്ലാം മുരുകനെ കണ്ടത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. ദിവസം ഇവരവിടെ വിളക്ക് വെക്കാറുണ്ട്, വർഷത്തിലൊരിക്കൽ വിശേഷ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം ശരവണ ഭവ. എല്ലാ പുകഴും മുരുകനിക്ക്. ഓം ശരവണ ഭവ.